ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് മിന്നും ജയം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷൻ UDF-ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത് NDA. ജില്ലാ പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം. NDA-യുടെ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിലെ നിർണായക നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UDF-ൽ വിശ്വാസം അർപ്പിച്ചതിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവത്യാഗം ചെയ്തവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ജോർദാൻ, ഒമാൻ, എത്യോപ്യ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപക സംഗമത്തിന് ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ തുടക്കമായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 6 കോർപ്പറേഷനുകളിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ UDF ഭരണമുറപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF-ൽ നിന്നും NDA പിടിച്ചെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് LDF-ന് മുന്നിലെത്താനായത്. തിരഞ്ഞെടുപ്പ് നടന്ന 86 നഗരസഭകളിൽ 54 UDF-ന് മുന്നേറാനായത്. LDF 28 NDA 2 നഗരസഭകളിൽ മുന്നിലെത്തി. ജില്ലാ പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ LDF-ന് ഒപ്പം നിന്നപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകൾ UDF-ൽ മുന്നേറ്റമുണ്ടാക്കി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 UDF-ഉം 63 ബ്ലോക്കുകളിൽ LDF-ഉമാണ് മുന്നിലെത്തിയത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505 UDF-നാണ് മുന്നേറ്റം. LDF 340 NDA 26 ഗ്രാമപഞ്ചായത്തുകളിലും മുന്നിലെത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷമായി NDA. 50 സീറ്റുകൾ നേടിയാണ് NDA-യുടെ മുന്നേറ്റം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 2020-ൽ 54 സീറ്റുണ്ടായിരുന്ന LDF-ന് ഇത്തവണ 29 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതേസമയം UDF ഇത്തവണ 19 സീറ്റുമായി ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ നിലപാടും വിഴിഞ്ഞത്ത് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പും ഭരണം ഉറപ്പിക്കുന്നതിൽ NDA-ക്ക് നിർണായകമാകും. കോർപ്പറേഷൻ ഭരണം നഷ്ടമായെങ്കിലും 4 മുനിസിപ്പാലിറ്റികളിലും LDF ഭരണം ഉറപ്പിച്ചു. 73 പഞ്ചായത്തുകളിൽ 36-ലും ഭരണം നേടിയ LDF ജില്ലാ പഞ്ചായത്ത് ഭരണവും നിലനിർത്തി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാർട്ടിയുടെ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിലെ നിർണായക നിമിഷമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിലെ കഠിനാധ്വാനത്തിന് പാർട്ടി പ്രവർത്തകരോടും നന്ദി പറഞ്ഞു. UDF-ൽ വിശ്വാസം അർപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങൾക്ക് അഭിവാദ്യമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF-ന് നൽകിയ നിർണായക വിധിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും UDF-ന് സമാനമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിൽ NDA-യ്ക്കൊപ്പം നിന്ന കേരളത്തിലെ ജനങ്ങൾക്ക് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നന്ദി അറിയിച്ചു. വികസിത കേരളം എന്ന ദർശനത്തിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് പ്രകടമായതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചടി സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. മലപ്പുറത്ത് LDF-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് മിന്നും ജയം നേടി UDF. ജില്ലയിൽ നില മെച്ചപ്പെടുത്തി BJP-യും. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും മുസ്ലിം ലീഗ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി LDF-നെ പാടെ അപ്രസക്തമാക്കി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള മലപ്പുറത്ത് 90% ഗ്രാമപഞ്ചായത്തുകളിലും UDF വിജയിച്ചു. പൊന്മുണ്ടം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് CPM കൂട്ടുകെട്ട് രൂപീകരിച്ച മുന്നണി വിജയിച്ചത് മാത്രമാണ് LDF-ന് ആശ്വസിക്കാവുന്ന ഒരേ ഒരു ഫലം. 12 നഗരസഭകളിൽ പൊന്നാനി ഒഴിച്ച് 11-ലും UDF വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള 33-ലും 32-ലും UDF വിജയക്കുറി ബാധിച്ചപ്പോൾ ഇതിന്റെ പ്രതിഫലനം ബ്ലോക്ക് പഞ്ചായത്തുകളിലും പ്രകടമായി. 33 വാർഡുകളിൽ ജയിച്ച് BJP-യും ജില്ലയിൽ സാന്നിധ്യം അറിയിച്ചു. പ്രതിപക്ഷം മുന്നോട്ട് വച്ച വിഷയങ്ങൾ ജനങ്ങൾ ഗൌരവമായി കണ്ട് ചർച്ച ചെയ്തതാണ് UDF-ന്റെ വിജയത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു.
നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDA മുന്നേറ്റം ആവർത്തിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ അപ്രതീക്ഷിത തിരിച്ചടി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്കും വീരമൃത്യു വരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2001 ഡിസംബർ 13-നാണ് പാർലമെന്റ് ഭീകരാക്രമണം നടന്നത്. ഇന്ത്യയുടെ ദേശീയ ചൈതന്യത്തെ നയിക്കുന്ന വീരന്മാരുടെ ധൈര്യവും ത്യാഗവും രാജ്യം എക്കാലവും സ്മരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പാർലമെന്റ് മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം മറ്റന്നാൾ ജോർദാനിലെ ഹാഷ്മെൽറ്റിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ജോർദാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. വിദേശ പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം 16-ന് ശ്രീ മോദി എത്യോപ്യയിലെത്തും. തുടർന്ന് ഈ മാസം 17, 18 തീയതികളിൽ ഒമാനിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ത്രിരാഷ്ട്ര പര്യടനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ, സാമ്പത്തിക, തന്ത്രപര മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടക്കും. മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപക സംഗമത്തിന് ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ തുടക്കമായി. കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, SP സിംഗ് ബാഗൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകാൻ ലക്ഷദ്വീപിന് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. तो आप बिजनेस में हैं, व्यापार में हैं, एक्सपोर्ट कर रहे हैं, आपका लाभ भी होगा, देश की अर्थव्यवस्था में भी आपका योगदान होगा. आदरणीय प्रधानमंत्री नरेंद्र मोदी जी का जो आत्मनिर्भर भारत, विकसित भारत बनाने का जो लक्ष्य है, उस लक्ष्य में भी आपका योगदान होगा. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന മേഖലയാണ് സമുദ്ര മത്സ്യബന്ധന രംഗമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനെ രാജ്യത്തെ ഏറ്റവും വികസിതമായ ആദിവാസി മേഖലയാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജഗദൽപൂരിൽ ബസ്തർ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 2026 മാർച്ചോടെ രാജ്യം മുഴുവൻ നക്സൽ മുക്തമാക്കുമെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. മികച്ച പ്രൊഫഷണലിസം കൈമുതലാക്കി മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് സായുധ സേനകൾ പ്രവർത്തിക്കുന്നതെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ഹൈദരാബാദിലെ ദുണ്ഡിഗഡിലുള്ള വ്യോമസേന അക്കാദമിയിൽ 216ാമത് കമ്പൈൻഡ് ഗ്രാജുവേഷൻ പരാഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത പിന്തുടരാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കും. വ്യാഴാഴ്ച നടന്ന 2ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക 51 റൺസിന് ജയിച്ചിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം നേടിയിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കേരളം എന്നിവയുൾപ്പെടെ 8 സംസ്ഥാനങ്ങളിൽ ഇലക്ട്രൽ റോൾ നിരീക്ഷകരെ നിയമിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. SROമാർ ഇതിനകം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ സുഗമമായും സുതാര്യമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് SROമാരുടെ ദൌത്യമെന്ന് കമ്മീഷൻ അറിയിച്ചു. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ 2002 വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRന്റെ ആദ്യഘട്ടം അവസാനിച്ചെങ്കിലും സമർപ്പിച്ച ഫോമുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് വ്യക്തമാക്കി. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഹരിമൌ ശക്തി രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഹയറിംഗ് റേഞ്ചിൽ തുടരുന്നു. സൈനികാഭ്യാസം ഈ മാസം 18 വരെ തുടരും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും ജയം. കൊല്ലം, കൊച്ചി, തൃശൂർ കോർപ്പറേഷൻ UDFന്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത NDA. ജില്ലാ പഞ്ചായത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം. NDAയുടെ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിലെ നിർണായക നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UDFിൽ വിശ്വാസം അർപ്പിച്ചതിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവത്യാഗം ചെയ്തവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ജോർദാൻ, ഒമാൻ, എത്യോപ്യ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപക സംഗമത്തിന് ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ തുടക്കമായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.